വെനസ്വേലയുടെ ആകാശം ഈ ദിവസങ്ങളിൽ അസാധാരണമാംവിധം ചുവക്കുന്നു. ജൂൺ 24 വെനസ്വേലയിലുണ്ടായ കനത്ത ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം നിരീക്ഷണങ്ങളും ചർച്ചകളും നടക്കുന്നു. വെനസ്വേലയിൽ ഉടനീളം കാണപ്പെടുന്ന കടും ചുവപ്പും നിറഞ്ഞ ആകാശം ജനങ്ങളെ അത്ഭുതത്തിലാഴ്ത്തുകയാണ്. 7.2 തീവ്രതയുള്ള ആദ്യ ഭൂകമ്പവും തുടർന്ന് 1 മിനിറ്റിനുള്ളിൽ 7.5 തീവ്രതയുള്ള മറ്റൊരു ഭൂകമ്പവും ഉണ്ടായി. വെനസ്വേലയിൽ രാജ്യത്തെ ബാധിച്ച രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു ഇത്. ചുവന്ന ചക്രവാളം കാണിക്കുന്ന വൈറൽ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ചില നിരീക്ഷകർ ദൃശ്യപ്രതിഭാസത്തിന് കാരണം അന്തരീക്ഷ സാഹചര്യങ്ങൾ, വാതക പ്രകാശനം അല്ലെങ്കിൽ ടെക്ടോണിക് ഷിഫ്റ്റിംഗ് മൂലം അസ്വസ്ഥമായ പൊടിപടലങ്ങൾ എന്നിവയാണെന്ന് പറയുമ്പോൾ, ക്രൈസ്തവ വിശ്വാസികൾ ഇതിനെ ദൈവശാസ്ത്ര കാഴ്ചപ്പാടിലൂടെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ബൈബിൾ അടയാളമോ വരാനിരിക്കുന്ന ഇരുണ്ട ദിവസങ്ങളുടെ പ്രവചന സൂചകങ്ങളായോ ആണ് അവർ കാണുന്നത്. വിവിധ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ച നടക്കുന്നു. വെനസ്വേലയിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1700-ലധികമായി സ്ഥിരീകരിച്ചു. 5000-ലധികം പേർക്ക് പരിക്കേറ്റു. ലാഗ്വേറ, കാരക്കാസ് തുടങ്ങിയ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളിൽ അടിയന്തര സംഘങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളും ദേശീയ സിവിൽ പ്രൊട്ടക്ഷൻ നെറ്റ്വർക്കുകളും കൂടുതൽ ആളുകളെ സഹായിക്കുന്നതിനായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വെനസ്വേലയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപകമായ നാശനഷ്ടങ്ങൾ മൂലം കുടിയിറക്കപ്പെട്ടവരോ ഭവനരഹിതരായവരോ ആയി 15,000-ലധികം പൗരന്മാരെ സഹായിക്കുന്നതിനായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ദേശീയ സിവിൽ പ്രൊട്ടക്ഷൻ നെറ്റ്വർക്കുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യോവേൽ പ്രവചനത്തിൽ 2-ാം അധ്യായം 30-ാം വാക്യം, "ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണുകളും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും." വെളിപാട് പുസ്തകത്തിൽ 6-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, "6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്ത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു."